നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കി? അയ്യോ, ഇതാരാ ഇത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാല്ലേ? ഇതൊക്കെ എന്താ കടി? എല്ലാം ഇവന് വേണ്ടി വാങ്ങിയതാ. കുറച്ച് ഡ്രസ്സാ. പിന്നെ ഇതെന്റെ വക കല്യാണ സമ്മാനം. കല്യാണത്തിന് ഇത് ഇട്ടിട്ട് വേണം വരാൻ. ഉറപ്പായിട്ടും. അതെ, സമ്മാനം തന്നതോടെ നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. എന്റെ പൊന്നെ, എനിക്കിവിടെ ഒരു 100 കൂട്ടം ജോലിയുണ്ട്. സഹായത്തിനാണെങ്കിൽ ആരുമില്ല. നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞ മാത്രം മതി, ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ മകന്റെ കല്യാണം നടന്നത് ഞാൻ അറിഞ്ഞതുപോലുമില്ല. എന്റെ ശങ്കരേട്ടനെ കൊന്ന ആളുടെ മകളുടെ കൈയും പിടിച്ച് ഗിരി വീട്ടിലേക്ക് കയറി വന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് ഇവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ അവരെ വീട്ടിൽ കയറ്റിയത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? നല്ലൊരു മരുമോളെ തന്നെയല്ലേ അമ്മയ്ക്ക് കിട്ടിയത്. ഇപ്പോതാ ഒരു പേരക്കുട്ടി കൂടി കിട്ടാൻ പോവാ. പിന്നെ എന്ത് വേണം? ഗിരിയുടെ കല്യാണത്തിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ ദൈവന്റെ കല്യാണത്തിന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് നീ നിന്റെ ആശ തീർത്തോ. അത് പിന്നെ ഞാൻ ചെയ്യില്ലേ. ഈ കല്യാണത്തിനെ ചെറുക്കന്റെ വീടൊന്നും പെണ്ണിന്റെ വീടൊന്നും ഒന്നും ഇല്ലല്ലോ. എല്ലാം ഒരേ കുടുംബമല്ലേ. നീ ഊണ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? അത്രേ ഉള്ളൂ. എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുക്കളയല്ലേ. വാ. നിന്റെ സീരിയൽ ഭയങ്കര ഹിറ്റാണല്ലോ. അയലത്തുള്ളവരൊക്കെ നിന്റെ ഫാൻസ് ആണ്. അയലത്തുള്ളവരെ ഉള്ളോ? നീ കാണാറില്ലേ? ഞാൻ 1-2 തവണ കണ്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ അതില് ദുഷ്ടകഥാപാത്രമല്ലേ ചെയ്യുന്നത്. നീ അതില് ചെയ്യുന്ന ക്രൂരതകളൊന്നും എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. നിന്റെ ശരിക്കുള്ള സ്വഭാവം എനിക്കറിയില്ലേ. അയ്യോ, അതൊക്കെ ആക്ടിംഗ് അല്ലേ ഭാനു. എന്തായാലും വേണ്ടില്ല. നീ നല്ലൊരു കഥാപാത്രം ചെയ്യുമ്പോ ഞാൻ കാണും. ആട്ടെ, മഞ്ജുവിനിപ്പോ എങ്ങനെയുണ്ട്? അവക്ക് എന്താവാനാ? എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായോ? ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വൈകാതെ അങ്ങനെ എന്തെങ്കിലും നടക്കും. എന്താ പ്രശ്നം ഭാനു? ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അതിനു മുമ്പേ ഡ്യൂട്ടിക്ക് കയറണമെന്നും പറഞ്ഞ് വാശി പിടിക്കുക. ഇപ്പോ അവളുടെ ഇഷ്ടത്തിന് തുള്ളുന്ന ഒരു ഡോക്ടറെയും കിട്ടിയിട്ടുണ്ട്. അവര് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാന്നാ പറയുന്നേ. അല്ലെങ്കിൽ അവർക്കെന്താ? അപകടത്തിൽപ്പെടുന്നത് ഞങ്ങളുടെ കുഞ്ഞല്ലേ. ഇന്ന് ലീവായിട്ടും എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവള് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവളുടെ ജോലി അല്ലെങ്കിൽ നല്ല റിസ്ക് ഉള്ളതാ. ഇപ്പൊ ഗോപാൽജിയെ പോലുള്ളവരുടെ ശത്രുതയും അവള് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അവളുടെ കാര്യത്തില് നല്ല പേടിയുണ്ട് ഗൗരി. നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മഞ്ജുവിന് സ്വന്തം കാര്യമൊക്കെ നോക്കാൻ അറിയാം. അവളൊരു പോലീസുകാരിയല്ലേ. അതുകൊണ്ട് ഏത് കൊമ്പത്തെ പോലീസ് ആണെങ്കിലും അവളൊരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ. ആ ബോധം അവൾക്ക് വേണ്ടേ? വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചോണ്ടാ അവളൊരു കുറ്റവാളിയെ പിന്തുടരാൻ ശ്രമിച്ചത്. ആ അപകടത്തിൽ എന്റെ പേരക്കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം. അത് നിന്റെ പേരക്കുട്ടി മാത്രമല്ല, മഞ്ജുവിന്റെ കുട്ടിയും കൂടെ അല്ലേ. അതുകൊണ്ട് അവള് സ്വന്തം കുഞ്ഞിനെ അപകടത്തിൽപ്പെടുത്തുവോ? അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷെ ആ ജോലിയോടുള്ള ആത്മാർത്ഥത കാരണം അവൾ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും. സത്യം പറഞ്ഞ ഞാൻ മുകുന്ദന് സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല.
എനിക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു. വെറുതെ നീ എന്നെ കാണാൻ വരില്ലെന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ആവശ്യം എന്താണെന്ന് പറഞ്ഞേ. മഞ്ജുവിന് നിന്നെ വലിയ കാര്യമാണ്. നിന്റെ വാക്കിന് അവളൊരു വില കൊടുക്കും. നീ മഞ്ജുവിനെ ഈ ജോലിയിൽ തുടരുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ധരിപ്പിച്ചാൽ മാത്രം മതി. ഞാൻ അങ്ങനെ മഞ്ജുവിനോട് ആവശ്യപ്പെടുന്നത് തെറ്റല്ലേ ബാനു? നിനക്കറിയില്ലേ, ആ ജോലിക്ക് മഞ്ജുവിന്റെ അച്ഛന്റെ ജീവന്റെ വിലയുണ്ട്. അത് രാജിവെക്കാൻ ഞാൻ എങ്ങനെയാ അവളോട് പറയുക? ഇതെല്ലാം അവളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? നീ ഇതിനെ കുറിച്ച് അവളോട് സംസാരിച്ചില്ലേ? എന്നിട്ട് അവള് സമ്മതിച്ചില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. ഞാൻ അവളോട് ജോലി രാജിവെക്കാൻ പറയുമ്പോ അത് എനിക്ക് പോലീസുകാരോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന് അവള് തെറ്റിദ്ധരിക്കും. പക്ഷേ ഞാൻ എന്റെ പേരക്കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മഞ്ജു ആ കുഞ്ഞിന്റെ അമ്മയല്ലേ? അപ്പോ അവൾക്കാണ് ആ കുഞ്ഞിന്റെ മേലെ കൂടുതൽ അവകാശം. അവളെടുക്കുന്ന തീരുമാനങ്ങള് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ശരി, ജോലി രാജിവെക്കണ്ട, ലീവ് എടുക്കാലോ. പ്രസവം കഴിയുന്നത് വരെ അവളോട് ലീവ് എടുക്കാൻ പറ. അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. അവളിപ്പോഴേ മാധവൻ സാറിന്റെ മരണം ഒരു കൊലപാതകമാണെന്നും അത് ചെയ്തത് ഗോപാൽജിയാണെന്നും തെളിയിക്കുന്നതിന്റെ പുറകിലാ. ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവള് ഗോപാൽജിയെ കുടുംബത്തെ അഴിയെണ്ണിക്കും. എന്നാലും ഒരെന്നാലും ഇല്ല. നീ വെറുതെ ഈ അവസ്ഥയില് ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മഞ്ജുവായിട്ട് വഴക്ക് കൂടിയിട്ട് അവൾക്ക് ടെൻഷൻ കൂട്ടാൻ നിൽക്കല്ലേ. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നിന്റെ പേരക്കുട്ടി അപകടത്തിലാകും. മഞ്ജുവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ അമ്മേ. മഞ്ജു സന്തോഷത്തോടെ ഇരുന്നാലല്ലേ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുള്ളൊരു പേരക്കുട്ടിയെ കിട്ടും. അതുകൊണ്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. ചേച്ചി എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ഫ്രാൻസിസ് വല്ലതും പറഞ്ഞോ? പിന്നെന്താ നിനക്കൊരു വിഷമം പോലെ? ഇപ്പോഴും ഈ കുടുംബത്തിൽ എന്നെ എല്ലാവരും കാണുന്നത് ഗിരിയന്റെ അച്ഛനെ കൊന്ന ആളുടെ മകളായിട്ടാ. ഞാൻ എത്രയൊക്കെ ഈ കുടുംബത്തിന്റെ ഭാഗമാവാൻ ശ്രമിച്ചാലും ഈ ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതെങ്ങനെ മാറ്റാന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാ ദയവായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നത്. എന്ത് വഴി? എന്റെ അച്ഛന് ഗിരിയന്റെ അച്ഛന്റെ മരണത്തിൽ ഒരു പങ്കുമില്ലെന്ന് നാളെ ഞാൻ തെളിയിക്കും.